മോഹൻലാലിന്റെ 'ബറോസ്' എന്ന് പറയുന്ന സിനിമ, മോഹൻലാൽ സംവിധാനം ചെയ്ത സിനിമ കഴിഞ്ഞ റിലീസ് തിയേറ്ററിൽ വലിയ പരാജയമാണ് നേരിട്ടത്. അതുകൊണ്ട് തന്നെ ഫാൻസിന് വലിയ നിരാശയാണ് ആ ഒരു സിനിമ സമ്മാനിച്ചിരിക്കുന്നത്. എന്നാൽ ഫാൻസിന് പിന്നീടുണ്ടായിരുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ജനുവരി 30-ാം തീയതി തിയേറ്ററിൽ എത്തുമെന്ന് പറയുന്ന 'തുടരും' എന്ന സിനിമയിലായിരുന്നു. ആ ഒരു സിനിമയുടെ റിലീസ് എന്ന് പറയുന്നത് ജനുവരി 30 എന്നുള്ളത് സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട ഒരു റിലീസ് ഡേറ്റ് അല്ല. ഒഫീഷ്യൽ റിപ്പോർട്ട് വരുന്നതിന്റെ മുന്നേ തന്നെ ചില സൈറ്റുകളിൽ നിന്നും ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇൻസൈഡ് റിപ്പോർട്ട് വരാറുണ്ട്. അങ്ങനെ വന്ന ഒരു റിലീസ് ഡേറ്റ് ആണ്. സിനിമയുടെ അണിയറ പ്രവർത്തകർ മാസങ്ങളോളമായിട്ട് സിനിമയുടെ യാതൊരുവിധ ഒഫീഷ്യൽ അപ്ഡേറ്റും നൽകുന്നില്ല. എന്തിനേറെ പറയണം, ഒരു പോസ്റ്റർ പോലും പുറത്തുവിട്ടിട്ട് ദിവസങ്ങളായിട്ടുണ്ട്. അതിൽ ആരാധകർക്ക് നല്ല രീതിയിലുള്ള ആശങ്കയുണ്ട്, ടെൻഷനുണ്ട്. ജനുവരി 30-ാം തീയതി ഈ ഒരു സിനിമ തിയേറ്ററിൽ വന്ന് കാണണമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുറച്ച് സിനിമാ പ്രേമികളുണ്ട്. കാരണം ലാലേട്ടൻ നായകനായിട്ടെത്തുന്ന ആ ഒരു സിനിമ തിയേറ്ററിൽ വലിയ വിജയം കൊണ്ടുവരും. തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ആ ഒരു സിനിമയിൽ വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ വരാത്തതിൽ റിലീസ് ഡേറ്റ് മാറിപ്പോയോ, മറ്റെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, സിനിമ പോരാത്തത് കൊണ്ടാണോ ആ ഒരു ഡേറ്റിൽ സിനിമ റിലീസ് ചെയ്യാത്തത് എന്നുള്ള ആശങ്കയുണ്ട്. എന്നാൽ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് സിനിമയുടെ ഫൈനലി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തീർന്നിട്ടില്ല. അതോടൊപ്പം തന്നെ സിനിമയുടെ OTT റൈറ്റ്സ്, സാറ്റലൈറ്റ് റൈറ്റ്സ് എന്നിവയെല്ലാം സംസാരിച്ചു വരികയാണ്. നല്ലൊരു ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഏകദേശം 75 ദിവസത്തോളം സമയമെടുത്ത് സിനിമ പൂർത്തിയാവും എന്ന് പറഞ്ഞ സിനിമ ഫൈനലി സിനിമക്ക് ടോട്ടലി 100 ദിവസത്തോളം സമയമായിട്ടുണ്ട് സിനിമ പൂർത്തീകരിക്കാൻ. ലാലേട്ടൻ്റെ കൂടെ ശോഭനയും പ്രധാന വേഷത്തിൽ സിനിമയിൽ എത്തുന്നുണ്ട്. മോഹൻലാൽ ഈ ഒരു ചിത്രത്തിൽ ടാക്സി ഡ്രൈവറായിട്ട് ഒരു പേടിയുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് ഇൻസൈഡിൽ നിന്നും ലഭിച്ച വിവരം. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ അത്യാവശ്യം എല്ലാ ഘടകങ്ങളും ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ചെറിയ കോമഡികൾ ഉണ്ടായിരിക്കാം, ചെറിയ മാസ് എലമെൻസുകളും കാര്യങ്ങളെല്ലാം ചെറിയ രീതിയിൽ ഉണ്ടായേക്കാം. കുടുംബ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമയായിരിക്കും. അതുകൊണ്ട് തന്നെ 'ദൃശ്യം' എന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടൻ്റെ എല്ലാ സംഭവങ്ങളും ഒത്തുവരാൻ സാധ്യതയുള്ള സിനിമയാണ് 'തുടരും' എന്ന് പറയുന്ന മൂവി. ഇൻസൈഡ് റിപ്പോർട്ട് പ്രകാരം ഇതുവരെ ജനുവരി 30-ൽ നിന്നും ഈ ഒരു സിനിമ മാറിയിട്ടില്ല. വർക്ക് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു വരികയാണ്. ഫൈനലി സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ 30-ാം തീയതി തീരുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായാൽ ഉടൻ തന്നെ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം പുറത്തു വരും. പോസ്റ്റേഴ്സ് വരും, പ്രൊമോഷൻ വർക്കുകൾ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമയുടെ 38 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പണിയും കാര്യങ്ങളെല്ലാം തീർന്നതാണ്. സിനിമ 30-ാം തീയതിക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് അവരിൽ ആശങ്ക ഉണ്ടാക്കിയത് കൊണ്ട് ഈ ഒരു ടീസർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ ഡേറ്റിൽ സിനിമ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ള തോന്നൽ അവരിൽ ഉണ്ടായാൽ ഉടൻ തന്നെ സിനിമയുടെ ടീസർ പുറത്തുവിടും. ചിത്രം ഇൻസൈഡ് റിപ്പോർട്ട് പ്രകാരം പോസിറ്റീവ് റിപ്പോർട്ട് നേടുമെന്നുള്ളത് തന്നെയാണ്. എല്ലാ ചേരുവകളും ചേർത്ത ഒരു ഫാമിലി സിനിമ തന്നെയായിരിക്കും 'തുടരും'. അത്തരത്തിൽ ലാലേട്ടൻ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ബോക്സ് ഓഫീസ് വേട്ട നടത്താൻ 'തുടരും' എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കും. അത്തരത്തിൽ 2025-ൽ വലിയ വിജയം കൈവരിക്കുന്ന ഒരു ലാലേട്ടൻ മൂവി തന്നെയായിരിക്കട്ടെ 'തുടരും'. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആരൊക്കെ കാത്തിരിക്കുന്നു, ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.